സ്വഹീഹായ ഹദീസിൽ കാണാം, നരകത്തിൽ കത്തിയമർന്ന് ചാമ്പലായി വെണ്ണീര് പോലെ ആയ ആളുകളെ കൊണ്ടുവരുന്നതാണ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം. എന്നിട്ട് മാ ഉൽ ഹയാത്ത് എന്ന് പറയുന്ന ഒരു വെള്ളമുണ്ട്. മറ്റൊരു ഹദീസിലുള്ളത് നെഹ്റുൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ പുഴ എന്നാണ്. അല്ലെങ്കിൽ മാ ഉൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ വെള്ളം. ആ വെള്ളത്തിൽ നിന്ന് അവരെ ഒന്ന് കുളിപ്പിച്ചെടുക്കുന്നതാണ്. ഈ കരിഞ്ഞ അവസ്ഥയിൽ വെള്ളത്തിലേക്ക് ഇടും. അങ്ങനെ ആ കരിഞ്ഞ അവസ്ഥയിൽ നിന്ന് മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പുഴയുടെ തീരങ്ങളിൽ പച്ച പിടിച്ച ചെടികൾ വളർന്നു വരുന്നത് പോലെ പച്ചപ്പോടുകൂടി അവർ വളർന്നു വരുന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. എപ്പോൾ? കത്തിക്കരിഞ്ഞ് ചാമ്പലായ അവസ്ഥയിൽ നിന്ന് പിന്നീട് സ്വർഗ്ഗത്തിലേക്ക്. ഈ ഹദീസ് ഉദ്ധരിക്കുന്ന സ്വഹാബി പറയാണ്, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഓതിക്കോളൂ. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലി, അണുമണി തൂക്കമാണ് അള്ളാഹു കൊണ്ടുവരുന്നതാണ്, പാഴാക്കൂല. ഖൈറാണെങ്കിൽ ഖൈർ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. അണുമണി തൂക്കം നന്മ. അപ്പോൾ ഇത്രയും കത്തിക്കരിഞ്ഞിട്ടും സ്വർഗ്ഗത്തിലാക്കാനുള്ള ആ നന്മ അള്ളാഹു എന്താ കണ്ടത്? ഹൃദയത്തിലെ തൗഹീദാണ്. തൗഹീദ് ഉണ്ടായിരുന്നു, പക്ഷേ വേറൊരു നന്മയും ചെയ്തിട്ടില്ല. പക്ഷേ ശിർക്ക് ചെയ്തിട്ടില്ല, അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ടില്ല. പക്ഷേ മറ്റൊരു നന്മയും ചെയ്തിട്ടില്ല. ഫർളുകളൊക്കെ ഉപേക്ഷിച്ചു, ഹറാമുകളൊക്കെ ചെയ്തു. എങ്കിലും ആ മിസ്കാല് ദർറത്ത് അള്ളാഹു പരിഗണിക്കും. അൽഹംദുലില്ലാഹ്. തിന്മയുടെ കാര്യവും അങ്ങനെ തന്നെ. എന്തുകൊണ്ടാണ് തൗഹീദ് ഉണ്ടായിട്ടും ആ മനുഷ്യൻ നരകത്തിൽ കിടന്ന് കാലങ്ങളോളം കത്തിയെരിഞ്ഞത്? അതും ഈ വിചാരണയുടെ ഭാഗമാണ്. രണ്ടും മനസ്സിലാക്കണം നമ്മൾ. അതുകൊണ്ട് നമ്മളൊക്കെ ഡയറക്റ്റ് സ്വർഗത്ത് പോകുന്ന ആളുകളാണ് എന്ന ഒരു മിഥ്യാധാരണ എനിക്കും നിങ്ങൾക്കും നമുക്കാർക്കും ഉണ്ടാവരുത്. മറിച്ച് നിരന്തരമായി തൗബ ചെയ്തും നാളേക്ക് വേണ്ടിയുള്ള വിഭവങ്ങൾ, ആ തുലാസിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് റബ്ബ് ചോദ്യം ചെയ്യുമ്പോൾ എങ്ങനെ പോയി നിൽക്കാം.